ഉള്ളതൊക്കെ ആ ടൈമിന് ഒഴിവാക്കുക. അവർ എപ്പോഴും ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഒരാള് പൈസ കൊടുക്കാണ്ടെങ്കിലേ നമ്മൾ വെള്ളവുംപുറത്തെത്തിയിരിക്കുകയാണ്. കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ ആൾക്കാരാ. അല്ല, ഞാൻ നാളെ ആബിദിനോട് ഞാൻ പറഞ്ഞു നമ്മൾ മലപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് നമ്മൾ ഇടത്തോട്ടേക്ക് തിരിഞ്ഞു പോകുന്നതാണ്. പെരിന്തൽമണ്ണ ആ റോഡിലേക്കാണ്, പാലക്കാട് റോഡ്. എന്താണ് ഏതാണെന്ന് അറിയില്ല. ഇത് ചിക്കിങ്ങിൻ്റെ ഉള്ളിലാണോ പുറത്താണോ എന്താണെന്ന് അറിയില്ല. പുറത്താണ് സംഭവം അടി നടക്കുന്നത്. മലപ്പുറം അങ്ങാടിപ്പുറം പേരും ബ്ലോക്കാണ്. ആലോചിച്ചിട്ട് ഒരു പിടിപാടിട്ടില്ലടാ. പെണ്ണ് റെഡിയാണ്. ഇപ്പൊ എന്ത് ചെയ്യാം? അതല്ല പെണ്ണ് ചെറുപ്പളശ്ശേരി പാലക്കാട് കെട്ടണോ? പാലക്കാട് പൈസ കൊഴിഞ്ഞാമ്പാറ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി. അതാണ് ദർഗ അമ്പലം. രണ്ടും കൂടി ഇവിടെ അടുത്തടുത്താണ്. ദർഗന്റെ ബാക്കിലാണ് അമ്പലം. അങ്ങനെ കഴിച്ച് പൊള്ളാച്ചിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊള്ളാച്ചിയിലെ പാലം കഴിഞ്ഞ് നമ്മൾ പൊള്ളാച്ചിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. പുളിമരം യൂട്യൂബറാണേ. ഇതാണ് പുളിമരം. പൊള്ളാച്ചി എത്തി. 2:42 പൊള്ളാച്ചി ടൗണിലേക്ക് എത്തി. പൊള്ളാച്ചി ടൗണിലേക്ക് നല്ല തിരക്കുള്ളൊരു ടൗണാണ്. പകലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ നല്ല തിരക്കായി. രാത്രി നമുക്കൊരു സംഭാവന റോഡിലെ ഇപ്പൊ രാത്രി ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിലാണ് റോഡ് കുറച്ച് മോശമുള്ളത്. തമിഴ്നാട് കണ്ട അത്യാവശ്യം നല്ല സെറ്റപ്പ് റോഡുകളല്ലേ. സെറ്റപ്പ് നല്ല ഇതാണ് തമിഴ്നാട് ബസ് കഴിഞ്ഞ് നമ്മള് പൊള്ളാച്ചി ടൗണിലൂടെയാണ് പോണത്. പളനി റോഡിലേക്ക് കയറി നമ്മൾ പളനി റോഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. റൗണ്ട് അബൌട്ടിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് എടുത്താൽ പളനി റോഡാണ്. അങ്ങനെ പളനി റോഡിലേക്ക് കയറി അങ്ങനെ പൊള്ളാച്ചി ടൗണിലൂടെ രാത്രി 2 മണിക്ക് ശേഷം 2:44 പളനി വരും. അങ്ങനെ നമ്മൾ പളനി റോഡിലൂടെ പോകുന്നത്. റൗണ്ട് അബൌട്ട് നമ്മൾ നേരാണ് പോകുന്നത്. ഇവിടെ നേരത്തോട്ടേക്ക് പോയാൽ ഇരിപ്പൂരാണ്. നേരെ പോകുമ്പോൾ പളനി ഇരിപ്പൂര്. നമ്മൾ ഉടുമ്പൽപേട്ട എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകത ഉടുമ്പൽപേട്ടാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഉടുമ്പൽപേട്ട ടൗണിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പളനി റോഡിലൂടെ പോകുമ്പോൾ ഉടുമ്പൽപേട്ട എത്തിയിരിക്കുകയാണ്. എക്സ്പ്രസ് ഹൈവേ കയറിയിരിക്കുകയാണ്. പളനി റോഡ് വിളിക്കാനാണ്.
ഈ പുളിപുളിയാണ് ഈ പുളിപുളി. ഞങ്ങൾ ഡിണ്ടിഗലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ രാത്രി പോകുന്ന ഞങ്ങൾ ഇപ്പോൾ രാവിലെ നേരം വെളുത്ത് 6:23 ഞങ്ങളിപ്പോൾ ഡിണ്ടിഗലെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ എന്താണ് ക്ലൈമറ്റ്, അതുപോലെ ക്ലൈമറ്റ് തമിഴ്നാട്. ഓ വെരി നൈസ്. അങ്ങനെ തമിഴ്നാട്ടിലുള്ളവരൊക്കെ നേരം വെളുത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നല്ല അന്തരീക്ഷം, നല്ല മൂടൽ മഞ്ഞ്. നൈസ്, വെരി ബ്യൂട്ടി. ഓഹോ, എന്താണ് നമ്മൾ തമിഴ്നാടിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ അത് ഡിണ്ടിഗലാണ്. ഡിണ്ടിഗലിലെ ഈ ഗ്രാമങ്ങൾ, മഞ്ഞപ്പെട്ടിൻ്റെ ഈ ഗ്രാമങ്ങളിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു കാഴ്ച. മഞ്ഞപ്പെട്ടി നിറയെ ഒരു ഗ്രാമപ്രദേശങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ രാവിലത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് അതിഗംഭീരമായ ബ്യൂട്ടിയാണ്. അത് രാവിലത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഒരു 6:30 സമയം, 6:30 ടൈം, 6:30 മണിയാവുമ്പോൾ ഉള്ള ആ ഒരു വൈബ് തിരിച്ചു വരും. എന്താണ് എന്താണല്ലേ, എന്താ രസം. ഇങ്ങനെ ബ്യൂട്ടി, എന്താ രസം. ഇതാണ് കൊടൈക്കനാലിന്റെ സൈഡ്. കൊടൈക്കനാലിന്റെ ആ സൈഡാണല്ലേ. ഇങ്ങോട്ടൊക്കെ വണ്ടി തന്നാട് കൊടൈക്കനാട് വിമാനത്തിന്റെ ഇതുണ്ടല്ലോ, റോഡ് ഫുള്ള് അമ്പുള്ള എന്താണ് തെങ്ങും തോട്ടം. എന്താ റോഡ്, ഗൾഫിലെ റോഡൊന്നും ഒന്നല്ല, ഇതൊക്കെ തമിഴ്നാട്ടിലെ റോഡാണ്. എന്താ സെറ്റപ്പ്. പായത്തോട്ടം, മോർണിംഗ് പൈപ്പാണ്. ഞങ്ങൾ തോട്ടത്തിലെത്തിയിരിക്കുകയാണ്. തമിഴ്നാട് തേനി എന്ന ഭാഗത്താണ് ഇതുള്ളത്. ഫുള്ള് നെല്ലിക്ക കൃഷിയാണ്, നെല്ലിക്കാണ് ഇപ്പോൾ ഫുള്ളുള്ളത്. ഇപ്പം നെല്ലിക്ക ലോഡ് കയറ്റാനാണ് വന്നത്. ഫുള്ള് നെല്ലിക്കാണ്, നെല്ലിക്ക കായ്ച്ച് നിൽക്കുന്ന ഒരു തോട്ടം. ഫുള്ള് നെല്ലിക്കയാണ്, പറിക്കാനായ നെല്ലിക്കകളാണ്, മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് മൂപ്പായിട്ടില്ല, കുറച്ച് അപ്പുറത്താണ് മൂപ്പായത്. മൂത്ത് നിന്നുകൊണ്ടിരിക്കുന്ന കായ്കളാണ്. നെല്ലിക്ക തോട്ടം കണ്ടോ, നെല്ലിക്ക എന്താ വെള്ളം, ഓരോ തൈൻ്റെ അടുത്ത് കൂടിയും വെള്ളത്തിൻ്റെ ലൈനുണ്ട്. ആ നെല്ലിക്ക ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കാണാൻ എന്താ രസം. അടിപൊളി വൈബാണ് ഇങ്ങനെ കായ്ച്ച് ഇങ്ങനെ കാണാൻ. എന്താ രസം, ഇങ്ങനെ നെല്ലിക്ക ഇങ്ങനെ കായ്ച്ച് അങ്ങ് അറ്റം വരെ നെല്ലിക്കണ്ട്.